അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യർ അത് പല മണ്ഡലങ്ങളിൽ നിന്നുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന്, സിനിമയിൽ നിന്നോ എഴുത്തിൽ നിന്നോ മാത്രമല്ല നിരവധി ആളുകൾ വന്നു പോകുന്നത് നമ്മൾ കാണുകയാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾ വന്നു പോകുന്നു. മുഖ്യമന്ത്രി നേരത്തെ വന്നത് നമ്മൾ കാണുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, അവിടെ വന്നു പോകുന്ന മനുഷ്യരെല്ലാം MDയെ ഇഷ്ടപ്പെടുന്നവരാണെന്നതിൽ നമുക്കൊരു സംശയവുമില്ല. അദ്ദേഹത്തെ ആ മുഖം അവസാനമായി മനസ്സിലേക്കൊന്ന് പതിപ്പിച്ച് അവർ മടങ്ങുകയല്ലേ നിശബ്ദമായി? തീർച്ചയായും സുജയ, ഇപ്പോഴും കൊട്ടാരം റോഡിലെ സിതാരയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന മന്ത്രിമാർ, സംസ്ഥാനത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ എഴുത്തുകാർ, അദ്ദേഹത്തെ വായിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അനേകം സാധാരണക്കാരായ മനുഷ്യർ, ഇവരെല്ലാവരും കൊട്ടാരം റോഡിലെ സിതാരയിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘമായ ക്യൂ ആയിരുന്നു അല്പം മുമ്പ് വരെ. ഇപ്പോൾ കടുത്ത ചൂടായതുകൊണ്ട് കുറച്ചൊരു ആളുകൾ വരുന്നതൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ 4 മണിക്ക് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൊതുദർശനം പാടില്ല, റീത്ത് സമർപ്പണം പാടില്ല, അത്തരത്തിലുള്ള യാതൊരു പ്രകടനപരതയും പാടില്ല എന്നായിരുന്നു MT വാസുദേവൻ നായരുടെ അന്ത്യാഭിലാഷം. അത് കൃത്യമായി നടപ്പാക്കാനാണ് കുടുംബം ആഗ്രഹിക്കുന്നതും. യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നായിരുന്നു കുടുംബം ആലോചിച്ചിരുന്നത്. കാരണം അധിക സമയം തൻ്റെ മൃതശരീരം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ഒരാഗ്രഹം MT വാസുദേവൻ നായർ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളമായി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആരാധ്യനായ എഴുത്തുകാരനെ കാണാനുള്ള അന്തിമമായ അവസരം നിഷേധിക്കാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം അല്പം കൂടി സംസ്കാര ചടങ്ങുകളുടെ സമയം അല്പം കൂടി ദീർഘിപ്പിച്ചത്. അതേപോലെ യാതൊരു ഔപചാരികതയും പാടില്ല എന്നായിരുന്നു MTയുടെ അഭിലാഷം. എന്നാൽ അതിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തെ സംസ്കരിക്കാൻ. നമുക്കറിയുന്നത് പോലെ രാജ്യത്തെ എല്ലാ പരമോന്നത ബഹുമതികളും ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ആദരിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പല സർവകലാശാലയും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു എഴുത്തുകാരന് ലഭിക്കാവുന്ന എല്ലാ ബഹുമതികളും തൻ്റെ ഒരു 7.5 പതിറ്റാണ്ട് കാലത്തെ സർഗസബരിയിലൂടെ സ്വായത്തമാക്കിയ പ്രതിഭാധനാണ് ശ്രീ MT വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഔപചാരികതയൊന്നും കൂടാതെ കടന്നു പോവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അല്ലെങ്കിലും ഔപചാരികമായ മോഡികളിലും പ്രകടനപരതയിലൊന്നും വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു MT എന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടി ജീവിച്ചിട്ടുള്ള ആളാണ്. അധികം സൗഹൃദങ്ങളില്ല. ഉള്ള സൗഹൃദങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അധികം സംസാരിക്കാറില്ല. പറയുന്ന വാക്കുകൾ പക്ഷേ മൂർച്ചയുള്ളതാണ്. ആ രീതിയിലൊക്കെ മലയാളികളുടെ ജീവിതത്തെ സ്വാധീനിച്ച എഴുത്തുകാരനാണ് മൺമറയുന്നത്. അദ്ദേഹത്തിൻ്റെ അന്തിമ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ 4 മണിക്ക് തന്നെ ആരംഭിക്കും. അതിനുശേഷം 5 മണിയോടുകൂടി പൊതുശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോകും. വിലാപയാത്രയോ അന്ത്യയാത്രയോ ഒന്നും ഉണ്ടാവില്ല. വിലാപയാത്ര പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ 5 മണിയോടുകൂടി മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാത്മാക്കളായ എഴുത്തുകാരിൽ പ്രമുഖൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ശ്രീ MT വാസുദേവൻ നായർ നമ്മളോട് വിട പറയുകയാണ്. ഇന്നലെ രാത്രി മരണം സ്ഥിരീകരിച്ച സമയം മുതൽ നമ്മളെല്ലാവരും ഇവിടെയുണ്ട്. ഈ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് പാതിരാത്രിയിലും വെളുപ്പാങ്കാലത്തുമൊക്കെ ആളുകളുടെ പ്രവാഹമായിരുന്നു. നമുക്കറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ചില ചലച്ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രമുഖ നടൻ മോഹൻലാൽ രാവിലെ 5 മണിക്കാണ് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിച്ചത്. ഇന്ന് രാവിലെ ഏതാണ്ട് 10:10 തന്നെ മുഖ്യമന്ത്രി എത്തി സംസ്ഥാനത്തിൻ്റെ ആദരം അദ്ദേഹത്തിന് സമർപ്പിച്ചു. പല മന്ത്രിമാരും ഇവിടെയുണ്ട്. മുഹമ്മദ് റിയാസാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് അല്പം മുമ്പ് നമ്മളോട് സ്ഥിരീകരിച്ചത് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കാൻ കുടുംബം സമ്മതിച്ചിട്ടുണ്ട് എന്ന്. നേരത്തെ സൂചിയെ പറഞ്ഞതുപോലെ റീത്ത് സമർപ്പണം പോലുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ MT എതിരായിരുന്നു. MTയും ഏതെങ്കിലും ഒരു മരണത്തിന് പോയി റീത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ആചാരങ്ങളോടൊന്നും താല്പര്യമുള്ള ഒരാളായിരുന്നില്ല MT വാസുദേവൻ നായർ. വളരെ വിരളമായിട്ടാണ് MTയുടെ എഴുത്തുകാലത്ത് വളരെ സജീവമായി നിൽക്കുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് വളരെ വിരളമായിരുന്നു. പക്ഷേ അന്തിമകാലത്ത് അദ്ദേഹം ക്ഷേത്ര സന്ദർശനം നടത്തിയിരുന്നു. അതല്ലാതെ മറ്റ് വൈകാരികമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് MTയെ കാണാൻ കഴിയില്ല. ഇപ്പോൾ ഏതായാലും 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇപ്പോഴും കൊട്ടാരം റോഡിലെ സിതാര എന്ന് പറയുന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരാധകർ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് നാനാ മേഖലയിലുള്ളവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അദ്ദേഹത്തെ കാണാൻ വരുന്നു എന്നുള്ളതാണ്. എല്ലാ സാധാരണക്കാർക്കും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായർ. അത് ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മുതൽ 70-80 വയസ്സ് വരെ പ്രായമുള്ള
മനുഷ്യരെ വരെ ഒരേപോലെ സ്വാധീനിക്കുന്നു. എം ഡിയുടെ ആരാധകർക്ക് പ്രായപരിധി ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും ചെറിയ ഒരു കുട്ടി മുതൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ബാലസാഹിത്യം എഴുതാൻ വലിയ താല്പര്യമെടുത്തിട്ടുള്ള മുൻകൈ എടുത്തിട്ടുള്ള എഴുത്തുകാരൻ കൂടിയാണ് എം ടി വാസുദേവൻ നായർ. നമുക്കറിയുന്ന പോലെ മാതൃഭൂമിയിലെ കുട്ടേട്ടൻ എന്ന പങ്ക്തി, അതേപോലെ കുഞ്ഞുണ്ണി മാഷിനെ കൊണ്ട് ആ ബാലപങ്ക്തി വളരെ ഗൗരവത്തോടുകൂടി അദ്ദേഹം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളും കൊച്ചു കവിതകളുമൊക്കെ എല്ലാ ആഴ്ചയിലും മാതൃഭൂമിയുടെ ഒരു ഭാഗമാക്കാൻ ഒരു പത്രാധിപർ എന്നതിലേക്ക് അദ്ദേഹം വലിയ മുൻകൈ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്ന പൗരന്മാർ വരെയുള്ള ആളുകൾ നിരന്തരമായി ഇങ്ങനെ വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ സാന്നിധ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വലിയ തോതിലുണ്ട്. കാരണം സ്ത്രീകൾക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു എം ടി എന്ന കാര്യത്തിലുള്ള സംശയമില്ല.